1965 മെയ് 25 അമേരിക്കയിലെ മൈനെ സ്റ്റേറ്റിലെ ലൂയിസ്റ്റൺ നഗരം. ഒരു ബോക്സിംഗ് മത്സരം നടക്കുന്നു. ആയിരക്കണക്കിന് കാണികൾ റിങ്ങിന് ചുറ്റും ആർപ്പ് വിളിക്കുന്നു. ലൂയിസ്റ്റൺ നഗരത്തിൽ അങ്ങനെ ഒരു ആരവം അസാധാരണമായിരുന്നു. പക്ഷേ ഈ മത്സരം ഏത് വിജനഭൂമിയെയും ജനനിബിഡമാക്കാൻ പോന്നത്ര ചൂടുപിടിച്ചതായിരുന്നു. മുഹമ്മദ് അലി സോണി ലിസ്റ്റൺ ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ്. ഒരു വർഷം മുമ്പ് റിങ്ങിലെ ഇടിനാദമായിരുന്ന സോണി ലിസ്റ്റനെ അലി തോൽപ്പിക്കുകയും ഹെവി വെയ്റ്റ് ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ആ മത്സരത്തിന് ശേഷമാണ് കാഷ്യസ് മാർസലസ് ക്ലേ മുഹമ്മദ് അലിയായി മാറുന്നത്. പക്ഷേ ക്ലേയിൽ നിന്ന് അലിയിലേക്കുള്ള മാറ്റം പലർക്കും ഇഷ്ടമായില്ല. ക്ലേ എന്ന പേരാകട്ടെ വർണ്ണവിവേചനത്തിൻ്റെ, അടിമത്വത്തിൻ്റെ കനമുള്ള നുകം പോലെ അലിയെ അസ്വസ്ഥനാക്കി. മുഹമ്മദ് അലി എന്ന നാമവും മോചനത്തിൻ്റെ സ്വത്വവും അത്രമേൽ അലിക്ക് പ്രിയപ്പെട്ടതായി മാറിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ചാമ്പ്യൻ പട്ടം നഷ്ടപ്പെട്ട ലിസ്റ്റൺ ഒരു റീമാച്ച് ആവശ്യപ്പെടുന്നത്. പോരാത്തതിന് ലിസ്റ്റണെതിരെ അലി നേടിയ വിജയം ഒത്തുകളിയാണെന്ന് വരെ ചിലർ പ്രചരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റീമാച്ചിന് അലിയും ഗ്ലൗസ് അണിയാൻ തയ്യാറായി. പക്ഷേ മത്സരത്തിന് മുൻപുള്ള പത്രസമ്മേളനങ്ങളിലും പ്രസ്താവനകളിലും അലിയെ ക്ലേ എന്ന പേരിലാണ് സോണി ലിസ്റ്റണും അയാളുടെ ടീമും അഭിസംബോധന ചെയ്തത്. പ്രകോപനമായിരുന്നു ലിസ്റ്റന്റെ ലക്ഷ്യം. പോരാത്തതിന് ക്രിസ്തുമതം വിട്ട് ഇസ്ലാം ആശ്ലേഷിച്ചതിൻ്റെ പരിഹാസം കൂടി അതിൽ കലർന്നു. സംയുക്ത പത്രസമ്മേളനത്തിൽ മുഹമ്മദ് അലി ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അലിയെ ലിസ്റ്റണും അയാളുടെ ടീം മാനേജർമാരും ക്ലേ എന്ന പേരിൽ തന്നെ അഭിമുഖീകരിച്ചു. അലിയുടെ നർമ്മഭാവം മാറി. അലിയുടെ സിരകളിൽ നൂറ്റാണ്ടുകളായി കറുത്ത വർഗ്ഗക്കാർ അമേരിക്കയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനീതികളോടുള്ള അരിശം തിങ്ങിക്കൂടി. ശേഷം ലൂയിസ്റ്റണിലെ റിങ്ങിലേക്ക് കാര്യങ്ങളെത്തി. അലിയും ലിസ്റ്റണും റിങ്ങിലെത്തി. തൻ്റെ കോർണറിൽ കാണികൾക്ക് അഭിമുഖം നിന്ന് കൈകൾ ഉയർത്തി അലി പ്രാർത്ഥന ചൊല്ലി. തിരിച്ച് റിങ്ങിൻ്റെ മധ്യത്തിലേക്ക് നൃത്തം ചവിട്ടി. ബെൽ മുഴങ്ങി. അലി പതിവിലും വേഗത്തിൽ റിങ്ങിൽ പറന്നു നടന്നു. ഫ്ലോട്ട് ലൈക്ക് എ ബട്ടർഫ്ലൈ, സ്റ്റിങ് ലൈക്ക് എ ബീ. അതായിരുന്നു മുഹമ്മദ് അലി. പക്ഷേ ഓരോ നിമിഷം കഴിയും തോറും ഒരു വാൽ നക്ഷത്രം പോലെ അലി മിന്നി നീങ്ങാനും ഉൽക്ക പതിക്കും പോലെ ലിസ്റ്റനെ ഇടിക്കാനും തുടങ്ങി. ലിസ്റ്റൺ ഒരു ഭ്രാന്തൻ ബുൾഡോഗിനെ പോലെ കിളച്ചു മറിച്ചു നടന്നു. പക്ഷേ അലിയെ പിന്തുടരാനാകാതെ അയാൾ കിതച്ചു തുടങ്ങി. മത്സരം തുടങ്ങി 1 മിനിറ്റും 44 സെക്കൻഡും മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. റോപ്പിനോട് ചേർന്ന് നിൽക്കുന്ന അലിയെ ആക്രമിക്കാൻ ലിസ്റ്റൺ മുന്നോട്ടാഞ്ഞു. ഇടി അലിയുടെ മുഖം ലക്ഷ്യമാക്കിയെങ്കിലും അലി സ്വല്പം പിറകിലേക്കാഞ്ഞു. നിമിഷാർദ്ധത്തിൽ ഒരു മിന്നലിടി ലിസ്റ്റണിൻ്റെ ഇടത് താടിയെല്ലിൽ വന്നു വീണു. ദാറ്റ് ഫാൻറ്റം പഞ്ച്, ഓ മൈ ഗാഡ്! അലിയുടെ ഇടതു കൈ തോറിൻ്റെ ചുറ്റിക പോലെ ലിസ്റ്റൻ്റെ മുഖം നോക്കി പാഞ്ഞെങ്കിലും സോണി ലിസ്റ്റൻ്റെ ഭാഗ്യമെന്ന് പറയാം. കണക്ക് കൂട്ടിയതിലും വേഗത്തിൽ ലിസ്റ്റൺ നിലം പരിശായി. ആ നിമിഷം സ്പോർട്സ് ഹിസ്റ്ററിയിലെ ഏറ്റവും ത്രില്ലിംഗ് ആയ നിമിഷം. അലിയുടെ വിഖ്യാതമായ ഈ ചിത്രം പിറന്ന നിമിഷം. അലി ഗർജിക്കുന്നുണ്ടായിരുന്നു, ഗെറ്റ് അപ്പ് ആൻഡ് ഫൈറ്റ്, വാട്ട്സ് മൈ നെയിം. സത്യം പറഞ്ഞാൽ 1-ാം റൗണ്ടിലെ ഒരു നോക്കൗട്ട് വിജയം മാത്രമായിരുന്നില്ല അലിക്കത്. വിമോചനത്തിൻ്റെ സ്വത്തം ആത്മാഭിമാനത്തോടെ പ്രഖ്യാപിക്കുകയായിരുന്നു അയാൾ. അടിമത്തത്തിൻ്റെ, വർണ്ണവിവേചനത്തിൻ്റെ അമേരിക്കൻ വ്യവഹാരങ്ങളെയാണ് അയാൾ ഇടിച്ച് താഴെയിട്ടത്. ബോക്സിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ താരമായിരുന്നു മുഹമ്മദ് അലി. പക്ഷേ റിങ്ങിന് പുറത്തും രാഷ്ട്രീയ വ്യക്തത കൊണ്ട് തലമുറകളെ പ്രചോദിപ്പിച്ച ഇതിഹാസം കൂടിയായിരുന്നു അദ്ദേഹം. 1942 ജനുവരി 17 കെന്റക്കിയിലെ ലൂയിവിയയിലായിരുന്നു കാഷ്യസ് മാർസലസ് ക്ലേ ജൂനിയറിൻ്റെ ജനനം. വർണ്ണവിവേചനത്തിൻ്റെ നെരിപ്പോടായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യം. 12-ാം വയസ്സു മുതൽ ആ ബാലൻ ബോക്സിംഗ് പരിശീലനം തുടങ്ങി. അസാമാന്യ മെഴുവഴക്കമുണ്ടായിരുന്നു അവന്. ശരീരം എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും തെറ്റിക്കാനും തെന്നിമാറാനും അതേ നീക്കത്തിൽ തന്നെ കനത്ത പ്രഹരം എതിരാളി കേൾപ്പിക്കാനും കഴിയുന്ന മനസാന്നിധ്യവും അലിക്കുണ്ടായിരുന്നു. തലവെട്ടിച്ചുള്ള നീക്കങ്ങൾ അലിയെ റിങ്ങിൽ വ്യത്യസ്തനാക്കി. കാലുകൾ ചടുലമായ നൃത്തം ചവിട്ടി. പലപ്പോഴും ആംഗാർഡുകൾ താഴെയിട്ട് മുഖം തുറന്നുകൊടുത്ത് തനിക്കു നേരെ പഞ്ച് ചെയ്യാൻ എതിരാളി അലി പ്രലോഭിപ്പിക്കും. അങ്ങനെ തൊടുക്കുന്ന പഞ്ചുകളിൽ നിന്ന് അലി സമർത്ഥമായി ഒഴിഞ്ഞു മാറും. പക്ഷേ അതൊരു കെണിയായിരുന്നുവെന്ന് എതിരാളി തിരിച്ചറിയുമ്പോഴേക്കും കൃത്യമായി മുഖത്ത് തല തരിക്കുന്നത്ര ആഘാതത്തിൽ അലിയുടെ പ്രഹരമേറ്റിട്ടുണ്ടാവും. സോണി ലിസ്റ്റൺ നേരിട്ട ഫാൻറ്റം പഞ്ച് അങ്ങനെ ഒന്നായിരുന്നു. ബോക്സിംഗ് പരിശീലനം തുടങ്ങി 6 വർഷം തികയുമ്പോൾ 1960 റോം ഒളിമ്പിക്സിൽ അമേരിക്കയ്ക്ക് വേണ്ടി മുഹമ്മദ് അലി ലൈറ്റ് വെയ്റ്റ് ബോക്സിംഗ് സ്വർണം നേടി.
അതോടെ അമേരിക്ക ആ പയ്യനെ ശ്രദ്ധിച്ചു തുടങ്ങി. തന്റെ 22-ാം വയസ്സിൽ സോണി ലിസ്റ്റനെ പരാജയപ്പെടുത്തി ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ആയതോടെ അലി അമേരിക്കയിൽ ഉടനീളം ഒരു താരമായി ഉയർന്നു. 8ാമത്തെ റൗണ്ടിലേക്ക് കടക്കാനാവാതെ സോണി ലിസ്റ്റൻ പിന്മാറിയതോടെയാണ് അലിയെ അന്ന് വിജയിയായി പ്രഖ്യാപിക്കുന്നത്. അലി ട്രാഷ് ടോക്കർ ആണെന്ന് വിമർശിക്കപ്പെടാറുണ്ട്. എതിരാളിയെ പലതും പറഞ്ഞ് പരിഹസിക്കും. അസഹനീയമായ പരിഹാസം. കൂടുതലും പ്രവചനങ്ങളാണ്. റിങ്ങിൽ എങ്ങനെയെല്ലാം തൻ്റെ എതിരാളി ശിക്ഷിക്കപ്പെടുമെന്ന്, അല്ലെങ്കിൽ എത്രാമത്തെ റൗണ്ടിൽ എതിരാളിയെ അയാൾ നിലംപരിശാക്കുമെന്ന്, അങ്ങനെയായിരിക്കും പ്രവചനങ്ങളുടെ പോക്ക്. കൂടാതെ ഒരു ഹിപ്പ് ഹോപ്പ് പെർഫോമൻസ് പോലെ, റൈമിംഗ് ഒക്കെയുള്ള കവിത പോലെയാണ് പലപ്പോഴും അയാൾ സംസാരിച്ചിരുന്നത് തന്നെ. സോണി ലിസ്റ്റനെതിരെയുള്ള മത്സരത്തിന് മുൻപും അലി ലിസ്റ്റനെ പരമാവധി ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരം തുടങ്ങിയ പാടെ ലിസ്റ്റൺ അലിക്ക് നേരെ പാഞ്ഞെടുത്തു. പക്ഷേ അലി ഒരു ശലഭത്തെ പോലെ റിങ്ങിൽ പാറി നടന്നു. 2ാമത്തെ റൗണ്ടിൽ പതുക്കെ തേനീച്ചയെ പോലെ കുത്തി തുടങ്ങി. 3ാമത്തെ റൗണ്ടിൽ ലിസ്റ്റനെ ഇടിച്ച് ചോര പൊടിച്ചു. ആദ്യമായിട്ടായിരുന്നു എതിരാളിയുടെ ഇടികൊണ്ട് ലിസ്റ്റന്റെ മുഖത്ത് ചോര പൊടിയുന്നത്. പക്ഷേ 4ാമത്തെ റൗണ്ടിൽ ലിസ്റ്റന്റെ ഗ്ലൗസിൽ തേച്ചു പിടിപ്പിച്ച ഓയിൽമെന്റ് അലിയുടെ കണ്ണിലേക്ക് പോയി. അങ്ങനെ അലി ഒരുക്കി കണ്ണ് കാണാതെയായി. എതിരാളിയെ വകവരുത്താൻ ലിസ്റ്റന്റെ കോച്ച് മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പിന്നീട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. 5ാമത്തെ റൗണ്ടിൽ നേരാംവണ്ണം കണ്ണു കാണാതെയാണ് അലി മത്സരം തുടർന്നത്. പക്ഷേ 6ാമത്തെ റൗണ്ടും അലി അതിജീവിച്ചു. കാഴ്ച നേരെയായതോടെ ലിസ്റ്റന്റെ കഷ്ടകാലവും തുടങ്ങി. 7ാമത്തെ റൗണ്ടിൽ റിങ്ങിൽ അലി ശലഭമായല്ല, പിന്നെ ഏത് മൂഡ്? തേനീച്ച മൂഡ്. മത്സരം ജയിച്ച ശേഷം അലി വിളിച്ചു പറഞ്ഞു, "ഐ ആം ദ ഗ്രേറ്റസ്റ്റ്. ഐ ഷുക്ക് അപ്പ് ദ വേൾഡ്. I am the prettiest thing ever happened to it." അതിനുശേഷമാണ് ലിസ്റ്റനുമായുള്ള 2ാമത്തെ മത്സരം നടക്കുന്നതും ആദ്യ റൗണ്ടിൽ തന്നെ ലിസ്റ്റനെ പരാജയപ്പെടുത്തുന്നതും. അമേരിക്കയിലെ കറുത്തവർഗക്കാരായ മുസ്ലിങ്ങൾക്ക് വേണ്ടി സ്ഥാപിതമായ നേഷൻ ഓഫ് ഇസ്ലാം എന്ന റാഡിക്കൽ ബ്ലാക്ക് മൂവ്മെന്റിന്റെ ഭാഗമായതോടെ അലിയെ ചുറ്റി അമേരിക്കൻ ഫെഡറൽ ഏജൻസികളുടെ ചാര കണ്ണുകൾ നിറഞ്ഞു. കറുത്തവർഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വിഖ്യാത ചിന്തകനും ആക്ടിവിസ്റ്റുമായ മാൽക്കം എക്സുമായി നല്ല സൗഹൃദമുണ്ടായിരുന്നു അലിക്ക്. പക്ഷേ നാഷൻ ഓഫ് ഇസ്ലാമും അതിൻ്റെ സ്ഥാപകനായ എലൈജ മുഹമ്മദും ഒരു പ്രത്യേക ടൈപ്പായിരുന്നു. മാർട്ടിൻ ലൂതർ കിങ് അടക്കമുള്ള ബ്ലാക്ക് സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകളുമായി സഹകരിക്കാൻ എലൈജ മുഹമ്മദ് കൂട്ടാക്കിയില്ല. മാൽക്കം എക്സിന് കൈവന്ന പ്രശസ്തിയും അയാളെ അസ്വസ്ഥനാക്കി. അങ്ങനെ മാൽക്കം എക്സിനെ നാഷൻ ഓഫ് ഇസ്ലാമിൽ നിന്ന് എലൈജ സസ്പെൻഡ് ചെയ്തു. അക്കാലത്ത് എലൈജ മുഹമ്മദിനോട് കൂറ് കാണിച്ച അലി മാൽക്കം എക്സിനോട് തെറ്റിപ്പിരിഞ്ഞു. വൈകാതെ മാൽക്കം എക്സ് വെടിയേറ്റു മരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു മാൽക്കം എക്സിനോട് വഴിപിരിഞ്ഞതെന്ന് പിന്നീട് അലി പലതവണ ഖേദം പ്രകടിപ്പിച്ചു. പിൽക്കാലത്ത് അലിയെയും എലൈജ മുഹമ്മദ് നാഷൻ ഓഫ് ഇസ്ലാമിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതും അലി ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ. പിന്നീട് വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയ നേരം നാഷൻ ഓഫ് ഇസ്ലാം അലിയുടെ അടുത്തെത്തി. "നിങ്ങൾക്ക് മേലുള്ള സസ്പെൻഷൻ എലൈജ എടുത്തു മാറ്റിയിരിക്കുന്നു. നിങ്ങൾക്കിനി മുസ്ലിമായി തന്നെ ജീവിക്കാം" എന്നായിരുന്നു സന്ദേശം. അന്നേരം അലി ക്ഷുഭിതനായി തിരിച്ചു ചോദിച്ചു, "അതിന് ഞാൻ എന്നാണ് മുസ്ലിം അല്ലാതായത്?" ഇസ്ലാമിനകത്ത് നിന്ന് ഒരാളെ പുറത്താക്കാനും ഒരാളെ അകത്തേക്ക് കൊണ്ടുവരാനും നാഷൻ ഓഫ് ഇസ്ലാമിന് യാതൊരു അധികാരവുമില്ലെന്ന പ്രഖ്യാപനവുമായിരുന്നു അത്. നിലപാട് പറയുന്നതിൽ അലിക്ക് ആരെയും പേടിയില്ലായിരുന്നു. തൻ്റെ ബോക്സിംഗ് കരിയറിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു വിവാദ ചുഴിയിൽ അലി പെട്ടുപോയി. അമേരിക്കയുടെ വിയറ്റ്നാം യുദ്ധം കടുക്കുന്ന സമയമായിരുന്നു അത്. 1967 നിർബന്ധിത സൈനിക സേവനത്തിന് അലിയെ അമേരിക്കൻ സർക്കാർ ലിസ്റ്റ് ചെയ്തു. റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറുകൾക്ക് വേണ്ടി ആർമി ബേസിലേക്ക് അലിയെ വിളിച്ചു വരുത്തി. വിയറ്റ്നാം യുദ്ധത്തിൽ താൻ പങ്കുചേരില്ലെന്ന് അലി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. "നോ വിയറ്റ് കോങ് എവർ കോൾഡ് മീ എ നിഗ" എന്ന് അലി തറപ്പിച്ചു പറഞ്ഞു. എങ്കിലും കൂടെയുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അലി ബേസിലെത്തുന്നത്. ലിസ്റ്റ് ചെയ്യപ്പെട്ട ചെറുപ്പക്കാർക്കൊപ്പം അലിയും വരിയിൽ നിന്നു. പേര് വായിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരായി മുന്നോട്ട് വരണം, അതാണ് ചട്ടം. ഒരു ഉദ്യോഗസ്ഥൻ പേര് വായിച്ചു, കാഷ്യസ് മാർസലസ് ക്ലേ. അലിയുടെ കണ്ണുകളിൽ കാനലെരിഞ്ഞു. സൈനിക സേവനം അലി കടുത്ത ശബ്ദത്തിൽ നിരസിച്ചു. ഡ്രാഫ്റ്റ് വേഷന്റെ പേരിൽ അലിക്കെതിരെ കുറ്റം ചുമത്തപ്പെട്ടു. വിയറ്റ്നാമിലെ ജനത എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എന്തിന് അവരോട് യുദ്ധം ചെയ്യണമെന്ന് അലി ചോദിച്ചു. സ്വന്തം നാട്ടിൽ തൻ്റെ ജനത നേരിടുന്ന അനീതി എന്തൊക്കെയാണെന്ന് അലി ചോദ്യമുയർത്തി. അലിയുടെ യുദ്ധവിരുദ്ധ നിലപാട് ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. അമേരിക്കൻ സർക്കാർ ലഭ്യരായി. അതോടെ പ്രതികാര നടപടികളും ശക്തമായി. അലിയുടെ ബോക്സിംഗ് ലൈസൻസ് അവർ റദ്ദു ചെയ്തു. ഹെവി വെയ്റ്റ് ചാമ്പ്യൻ പട്ടം തിരിച്ചെടുത്തു. പാസ്പോർട്ട് പിടിച്ചുവെച്ചു. 4 വർഷമാണ് അലിക്ക് അങ്ങനെ നഷ്ടമായത്. മേൽക്കോടതികളിൽ അപ്പീൽ പോകാൻ വേണ്ടി അലിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കീഴ്ക്കോടതി വിധിയുണ്ടായിരുന്നു. പക്ഷേ റിങ്ങിൽ എത്താനാവാതെ അലി വല്ലാതെ ബുദ്ധിമുട്ടിയ കാലമായിരുന്നു അത്. പക്ഷേ അലി അമേരിക്കയിൽ ഉടനീളം യുദ്ധവിരുദ്ധ സംഗമങ്ങളിലേക്ക് ക്ഷണിക്കപ്പെട്ടു.
അലിയുടെ പ്രസംഗങ്ങൾക്കായി ആയിരക്കണക്കിന് ആളുകൾ കാതോർത്തു. സർവകലാശാല വിദ്യാർത്ഥികൾ അലിക്ക് വേണ്ടി ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു. ഒടുവിൽ സിവിൽ റൈറ്റ് മൂവ്മെന്റുകൾ യുദ്ധവിരുദ്ധ വികാരത്തെ അമേരിക്കയുടെ പൊതുജനാഭിപ്രായമാക്കി ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ 1971 സുപ്രീം കോടതി അലിക്കെതിരെയുള്ള കേസ് റദ്ദ് ചെയ്തു. അമേരിക്കൻ അധിനിവേശത്തെ എതിർക്കുന്ന ഇടങ്ങളിലെല്ലാം അതോടെ അലി ഒരു ഹീറോ ആയി വാഴ്ത്തപ്പെട്ടു. അമേരിക്കയുടെ യുദ്ധവറിക്കേറ്റ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഹരമായി അലിയുടെ ഈ വിയോജിപ്പ് മാറി. മുഹമ്മദ് അലിയുടെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു ജോ ഫ്രേസറുമായുള്ള മത്സരം. ദ ഫൈറ്റ് ഓഫ് ദി സെഞ്ചുറി എന്നാണ് ഈ മത്സരം അറിയപ്പെട്ടത്. 2 ബോക്സിംഗ് താരങ്ങൾ തമ്മിലുള്ള മത്സരം മാത്രമായിരുന്നില്ല, പക്ഷേ അത് 2 അമേരിക്കകൾ തമ്മിലുള്ള പോരാട്ടം കൂടിയായിരുന്നു. ഒരാൾ മുഴുവൻ വ്യവസ്ഥിതികളെയും വെല്ലുവിളിച്ച ഒരു റിബൽ, മറ്റേയാൾ വ്യവസ്ഥിതികളുടെ എല്ലാം പിന്തുണയുള്ള ബ്ലൂ കോളർ ബോക്സർ. ദാറ്റ് വാസ് നോട്ട് എ ടൈറ്റിൽ ഫൈറ്റ്, ഇറ്റ് വാസ് എ സിവിൽ വാർ ഇൻ ഗ്ലോവ്സ് എന്നാണ് പത്രങ്ങൾ എഴുതിയത്. ബെല്ല് മുഴങ്ങിയതു മുതൽ മുഴുവൻ ശക്തിയുമെടുത്തുള്ള ആക്രമണമായിരുന്നു ജോ ഫ്രേസറുടേത്. ടെക്നിക്കുകളൊന്നും ജോ കാര്യമാക്കിയില്ല. സർവശക്തിയുമുള്ള സംഹാരം മാത്രമായിരുന്നു അയാളുടെ ഓരോ നീക്കവും ലക്ഷ്യമിട്ടത്. പക്ഷേ അലി തനത് ശൈലിയിൽ റിങ്ങിൽ ഓടി നടന്നു. പക്ഷേ ജോ ഓരോ തവണയും അലിയുടെ മേൽ ആഞ്ഞിടിച്ചു. 2 തുല്യശക്തികളുടെ പോരാട്ടമായി അത് മാറി. 11ാം റൗണ്ടിലെത്തിയപ്പോഴേക്കും ഇടികൊണ്ട് അലിയുടെ മുഖം നീരു വന്നിരുന്നു. കാലുകൾക്ക് വേഗത കുറഞ്ഞു. ജോ ഫ്രേസറുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അലി നന്നേ പാടുപെട്ടു. ഒടുവിൽ 15ാമത്തെ റൗണ്ടിൽ ബോക്സിംഗ് ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും ശക്തമായ ഇടി അലിയുടെ മുഖത്ത് വധിച്ചു. ജോ ഫ്രേസറുടെ കിൻഡലിടിയിൽ അലി നിലംപൊത്തി. കാണികൾ ഒറ്റ നിമിഷം കൊണ്ട് സ്തബ്ധരായി. അലി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിന്നു. നോക്കൌട്ടാകുമെന്ന് കരുതിയ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അലിയുടേത്. ഏറ്റവും അന്താളിച്ചത് ജോ ഫ്രേസർ തന്നെയായിരുന്നു. തൻ്റെ പ്രഹരത്തിൻ്റെ ഊക്ക് മനുഷ്യനായി പിറന്ന ആർക്കും അതിജീവിക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്ന് അയാൾക്ക് നല്ല തീർച്ചയുണ്ടായിരുന്നു. പക്ഷേ അലീദ എഴുന്നേറ്റ് മുന്നിലിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ 15ാമത്തെ റൗണ്ടും പൂർത്തിയായി. പക്ഷേ ജോ ഫ്രേസർ വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടു. ദ ഫൈറ്റ് ഓഫ് ദ സെഞ്ചുറിയിൽ ദ ഗ്രേറ്റസ്റ്റ് പരാജയപ്പെട്ടു. അലിയുടെ ആദ്യ പരാജയമായിരുന്നു അത് അലി ഒരു റീമാച്ച് വേണമെന്നാവശ്യപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. 1974 ജനുവരിയിലാണ് ജോ ഫ്രേസറുമായുള്ള 2ാമത്തെ മത്സരം നടക്കുന്നത്. മാഡിസൺ സ്ക്വയറിലെ അതേ വേദിയിൽ വെച്ച് അലി ജോ ഫ്രേസറോട് കണക്ക് ചോദിച്ചു. അലി മത്സരം ജയിച്ചു. ഇരുവരും തമ്മിലുള്ള 3ാമത്തെ മത്സരം നടന്നത് ഫിലിപ്പീൻസിലെ മനിലയിൽ വെച്ചായിരുന്നു 1975. ത്രില്ലർ ഇൻ മനില എന്നറിയപ്പെട്ട ഈ ബോക്സിംഗ് ഇവന്റ് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ മത്സരമെന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. തുടക്കം മുതലേ അലി ആക്രമിച്ചു കയറി. ആദ്യ 5 റൗണ്ടിൽ അലിക്കായിരുന്നു മുൻതൂക്കം. എന്നാൽ 6ാം റൗണ്ടോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ജോ ഫ്രേസറുടെ അപ്പർ കട്ടുകളേറ്റ് അലി തകർന്നുപോയി. 9ാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും അലി ആകെ തളർന്നവശനായിരുന്നു. കോച്ചിനോട് പറഞ്ഞു, അവന് ഭ്രാന്താണെന്ന് തോന്നുന്നു, അവൻ തളരുന്നില്ലല്ലോ. പിന്നെയുള്ള 3 റൗണ്ടും ഇരുവരും ആക്രമിച്ചു കളിച്ചു. ജോ ഫ്രേസറുടെ കണ്ണുകൾ നീരുവന്നു വീർത്തു. അലിയുടെ മുഖവും നീരുവന്ന് വിങ്ങി. പക്ഷേ ഒരു യുദ്ധം കണക്കെ മത്സരം മുറുകുകയായിരുന്നു. 13ാമത്തെ റൗണ്ടിൽ അലിയുടെ ശേഷിക്കുന്ന ശക്തി മുഴുവൻ ആവാഹിച്ച പ്രഹരങ്ങളേറ്റ് ഫ്രേസറുടെ മുഖവും തലയും വീർത്തു. പക്ഷേ വീഴാൻ കൂട്ടാക്കാതെ. എന്നാൽ ഒരു പ്രേതത്തെ പോലെ ഫ്രേസർ മുന്നോട്ട് നടന്നു. 14ാം റൗണ്ട് കഴിഞ്ഞു. ശ്വാസം മുട്ടുന്ന അവസ്ഥയിലായിരുന്നു അലി. ഒരല്പനേരം കൂടി വിശ്രമിക്കാൻ പറ്റുമോ എന്ന് അലി കോച്ച് ആഞ്ചല ഡൻഡിയോട് കെഞ്ചി. അന്നേരം കണ്ണുകൾ രണ്ടും വീർത്ത് കാഴ്ച മറഞ്ഞ അവസ്ഥയിലായിരുന്നു ജോ ഫ്രേസിയർ. മത്സരത്തിൽ നിന്ന് ജോ പിന്മാറുന്നതായി അയാളുടെ കോച്ച് പറഞ്ഞു. അയാൾ ടവൽ റിങ്ങിലേക്ക് എറിഞ്ഞു. അലിയുടെ വിജയം കുറിച്ച ബെൽ മുഴങ്ങി. പക്ഷേ ആഘോഷിക്കാൻ വേണ്ട ആരോഗ്യം പോലും അലിയിൽ ബാക്കിയുണ്ടായിരുന്നില്ല. അത്രമേൽ തളർന്നു പോയിരുന്നു അയാൾ. മരണത്തെ ഇത്ര അടുത്തു കണ്ട മറ്റൊരു സന്ദർഭം ഉണ്ടായില്ല എന്നാണ് അലി ഈ മത്സരത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്. 1974 ജോ ഫ്രേസറുമായുള്ള സൂപ്പർ ഫൈറ്റ് നടന്ന അതേ വർഷം അലിയെ കാത്തിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജോർജ് ഫോർമാൻ ആയിരുന്നു. ജോ ഫ്രേസറെ വെറും 2 റൗണ്ടിൽ ഇടിച്ചിട്ട ഫോർമാൻ ബോക്സിംഗിന്റെ ഭാവിയാണ് എന്ന് അയാളുടെ മത്സരങ്ങൾ നേരിട്ട് കണ്ടവരെല്ലാം ഉറപ്പിച്ചു. പഞ്ച്ഡ് ലൈക്ക് എ ട്രാക്ക്, മൂവ്ഡ് ലൈക്ക് എൻ അവലാഞ്ച് എന്നാണ് ഫോർമാനെ കുറിച്ച് പത്രങ്ങൾ എഴുതിയത്. നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പാണ്ടിലോറി പോലെ ഇടിച്ചു കയറുകയും മലവെള്ളം കുത്തിയിറങ്ങുന്നത് പോലെ ഇടിച്ചു നീങ്ങുകയും ചെയ്യുന്ന ജോർജ് ഫോർമാനെ ബോക്സിംഗ് റിംഗ് കണ്ട് തരിച്ചുപോയി. ഈ മത്സരം ആത്മഹത്യാപരമാണെന്നും അലി റിംഗിൽ വെച്ച് കൊല്ലപ്പെടുമെന്നും പലരും കരുതിയിരുന്നു. ഇന്നത്തെ കോങ്കോയിൽ ഉൾപ്പെടുന്ന സെയ്റയിലെ കിൻഷാസയിൽ വെച്ചായിരുന്നു റംബിൾ ഇൻ ദ ജംഗിൾ എന്നറിയപ്പെട്ട ഐതിഹാസികമായ മത്സരം. ആഫ്രിക്കൻ വൻകര മുഴുവൻ അലിക്ക് വേണ്ടി ഓർത്ത് വിളിച്ചു. അലി ബോമയെ, അലി ബോമയെ എന്ന മുദ്രാവാക്യം അലയടിച്ചു. അലി കിൽ ഹിം
എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. 1975 ഒക്ടോബർ 30 കിൻഷാസയിലെ സ്റ്റേഡിയത്തിൽ പുലർച്ചെ 4 മണിക്കായിരുന്നു മത്സരം. 3 ദിവസത്തെ സംഗീത പരിപാടികളടക്കം സൈറയുടെ ദേശീയാഘോഷമായി ഈ മത്സരം മാറി. ലോകം മുഴുവൻ ആഫ്രിക്കയിലേക്ക് തിരിഞ്ഞു. ബെൽ മുഴങ്ങിയത് മുതൽ ഫോർമാന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: കഴിയുന്നത്ര ശക്തിയിൽ അലിയെ ഇടിച്ചു വീഴ്ത്തുക. അലിയെ ആഘോഷിക്കുന്ന 10,000ങ്ങളുടെ മുന്നിൽ വെച്ച് അലിയുടെ ബോക്സിംഗ് കരിയർ അവസാനിപ്പിക്കുക. ഫോർമാൻ ഓരോ തവണയും തൻ്റെ മുഴുവൻ കരുത്തും കൈകളിലേക്ക് ആവാഹിച്ചുകൊണ്ട് അലിക്ക് നേരെ കൈവീശി. അലി പതിവ് പോലെ നൃത്തം ചവിട്ടിയില്ല. അലി ശലഭത്തെ പോലെ തെന്നിപ്പറന്നില്ല. അലി പ്രതിരോധത്തിലായതുപോലെ റോപ്പിൽ ചാരി നിന്നു. ഓരോ തവണയും ഫോർമാനെ തന്നെ കൂടുതൽ ഇടിക്കാൻ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഓരോ തവണയും അലി റോപ്പിൽ ചാരിക്കിടന്ന് ഫോർമാൻ്റെ ഇടികളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഫോർമാനാകട്ടെ വീണ്ടും വീണ്ടും ഇടിച്ചുകൊണ്ടിരുന്നു. അലി പൊതിരെ ഇടി വാങ്ങുകയാണ് എന്ന് എല്ലാവരും കരുതി. അലിയുടെ കോർണറിലെ ടീം അംഗങ്ങൾ മുഴുവൻ റോപ്പിൽ കുടുങ്ങിക്കിടക്കാതെ മാറിപ്പോകാൻ അലിയോട് അലറുന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോ റൗണ്ട് കഴിയുമ്പോഴും അലി അതേ ടെക്നിക്ക് തന്നെ ഉപയോഗിച്ചു: റോപ്പ് അഡോപ്പ്. അവസരം കിട്ടുമ്പോഴെല്ലാം അലി ഫോർമാനോട് ചോദിച്ചു, ഇതാണോ നിന്റെ ഇടി? ദാറ്റ് ഓൾ യു ഗോട്ട് ജോർജ്? 6ാം റൗണ്ട് ആയപ്പോഴേക്കും ഫോർമാൻ ക്ഷീണിച്ചു തുടങ്ങി. 7ാം റൗണ്ടിൽ അലി ശലഭമായി മാറി, പതുക്കെ തേനീച്ചയുമായി. അന്നേരം സ്റ്റേഡിയം മുഴുവൻ ആർത്തു വിളിച്ചു, അലി ബൊമ്മയെ. 8ാമത്തെ റൗണ്ടിൽ കിതച്ചു തളർന്ന ഫോർമാന് മുന്നിൽ സാക്ഷാൽ അലി അവതരിച്ചു. ആംഗാർഡുകൾ വീണുപോയ ഒരു നിമിഷത്തിൽ അലി ഫോർമാൻ്റെ മുഖത്തേക്ക് ആഞ്ഞിടിച്ചു. ഇടം വലം കനത്തിൽ വീണ പ്രഹരങ്ങൾ, ഒടുവിൽ ഒരു മിന്നലിടി. ദേ കിടക്കുന്നു ഫോർമാൻ. റഫറി എണ്ണിത്തുടങ്ങി. ഇറ്റ്സ് എ നോക്കൗട്ട്. അലി ഏറ്റവും ബുദ്ധിമാനായ, ഏറ്റവും കൃത്യതയുള്ള, മാത്തമാറ്റിക്കൽ പ്രിസിഷനുള്ള, ടെക്നിക്കലി ഏറ്റവും മികച്ച ബോക്സറാണ് എന്ന് തെളിയിക്കപ്പെട്ട മറ്റൊരു മത്സരമായിരുന്നു അത്. ഐ ടോൾഡ് യു ഐ ആം ദ ഗ്രേറ്റസ്റ്റ്, അലി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആകെ കളിച്ച 61 മത്സരങ്ങളിൽ 56 വിജയങ്ങൾ, അതിൽ 37 എണ്ണവും നോക്കൗട്ട് വിജയങ്ങൾ, 5 പരാജയങ്ങൾ. ഇതായിരുന്നു അലിയുടെ ട്രാക്ക് റെക്കോർഡ്. സത്യം പറഞ്ഞാൽ ബോക്സിംഗ് റിങ്ങിലെ ഗോട്ടാണ് മുഹമ്മദ് അലി, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. റിങ്ങിനകത്തും പുറത്തും തുല്യതയില്ലാത്ത പോരാട്ടങ്ങൾ നടത്തിയ ഇതിഹാസമായിരുന്നു അദ്ദേഹം. പക്ഷേ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അലിയെ പാർക്കിൻസൺസ് രോഗം പിടികൂടി. റിങ്ങിൽ കാടിളകി ഒറ്റയാനെ പോലെ ഇടിച്ചു നിന്ന, മനോഹരമായി നൃത്തം ചെയ്ത അലി ഒരു വിരലനക്കാൻ പോലും ആവാതെ വിഷമിച്ച കാലം. 74ാമത്തെ വയസ്സിൽ 2016 അലി ഈ ലോകത്തോട് വിട പറഞ്ഞു.